സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി ചേരുന്നു വിവരങ്ങളുമായി. ലക്ഷ്മി, ഈ മോന്ത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ആന്ധ്ര തീരത്തേക്ക് ഒരുപക്ഷെ തീരം തൊട്ടേക്കുമെന്ന സൂചനകൾ, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി സംസ്ഥാനത്തെ മഴയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ജാഗ്രതാ മുന്നറിയിപ്പുകൾ, അലർട്ടുകൾ? സ്വപ്ന, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മഴ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഈ ജില്ലകളിലെല്ലാം, അതായത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ ജില്ലകളിൽ നിന്നൊന്നും ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിശക്തമായ മഴ തുടരുകയാണ്. ഇടിമിന്നലും അതിശക്തമായ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും അതുപോലെ തന്നെ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ചുഴലിക്കാറ്റ് തീരം തൊട്ടുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിൽ മഴ ശക്തമാവുന്നത്. നമ്മൾ കണ്ടതാണ്, മുൻപ് തന്നെ മുന്നറിയിപ്പിൽ വന്നതാണ്. 29-ാം തീയതി വരെയാണ് മഴ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു ചുഴലിക്കാറ്റ് കൃത്യമായും കേരളത്തിലെ തൊടില്ലെങ്കിൽ പോലും അതിശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒറ്റ ദിവസം നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കും എന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് ഒരു മഴ തോരാതെ തന്നെ ഒരു ദിവസം മുഴുവനായും നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കും ഈ ഒരു 29-ാം തീയതി വരെ പെയ്യുക എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 29-ാം തീയതിക്ക് ശേഷം മഴയുടെ ശക്തി കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ കനത്ത മഴ ഈ 3 ജില്ലകളിലും തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സ്വപ്ന.